ആ രാജീവാ, നാളെയാണ് മീറ്റിംഗ്. ആ മറക്കണ്ട, നീ കഴിഞ്ഞ ആഴ്ച വരാനായിട്ട് തന്നെ ഭയങ്കര പരാതിയുണ്ട്. ആ ഓക്കെ എന്നാൽ ശരി. ആ മോനെ രാശേ. ആ രാഘവട്ട, എന്തെല്ലാന്ന് പെങ്ങളെ കല്യാണത്തിന് 2 ആഴ്ചയില്ലല്ലോ, എന്തായി ഒരുക്കങ്ങളെല്ലാം? ആ പണിക്കാരുണ്ട് വീട്ടിൽ. ഞാൻ ബാങ്ക് വരെ ഒന്ന് പോയതാണ്, ഒരു ലോൺ ശരിയാവാണ്ടായി. ആ എല്ലാവരും ക്ഷണിച്ച് കഴിഞ്ഞു. ആ ദൂരം ദൂരെല്ലാം ക്ഷണിച്ച് കഴിഞ്ഞ് രാഘവട്ടാ. ഇനിയിപ്പം നമ്മൾ ചുറ്റുവട്ടത്തിലെ വീടല്ലേ ബാക്കിയില്ലു, അത് നാളെ മറ്റന്നാൾ തുടങ്ങണം. ആ പിന്നെ രാഘവട്ടാ, പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ, നേരത്തെ കാലത്തെ അങ്ങോട്ട് എത്തിയേക്കണേ. അത് പിന്നെ നീ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടാ, അപ്പോൾ നേരത്തെ കാലത്തേ ഉണ്ടാവും അവിടെ. അല്ല മഞ്ജു, നിനക്ക് എൻ്റെ ഏട്ടത്തിനൊന്ന് സഹായിച്ചൂടെ, ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ട് നിൽക്കാണ്ട്? പണിക്കാരെല്ലാം ഇല്ലേ അല്ലേ? ഏത് രാവിലെ തുടങ്ങിയാന്ന് പാവം ഇങ്ങനെ ഒറ്റ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്? ഒന്ന് സഹായിച്ചൂടെ? മതി മതി, അങ്ങനെ എൻ്റെ മോളെ കൊണ്ട് ആരും ഇവിടെ പണിയെടുപ്പിക്കാനൊന്നും നോക്കൊന്നും വേണ്ട. എന്നാ പിന്നെ അമ്മക്കെങ്കിലും ഒന്ന് സഹായിച്ചൂടെ അമ്മേ? അത് പിന്നെ എൻ്റെ കൈ നല്ല വേദന, നാളെ നമുക്കൊന്ന് വൈദ്യരുടെ അടുത്ത് പോകണം. ഭാര്യ പണിയെടുക്കാൻ മോന് സഹിക്കുന്നില്ല. എൻ്റെ മോളെ അതൊന്നും കാര്യമാക്കണ്ട, മോൾ ഫോൺ നോക്കിക്കോ. ഏട്ടത്തി അലക്കാൻ വേണ്ടി പോകുന്നേ, ഒരു മിനിറ്റ് അടുക്ക, എൻ്റെ ഡ്രസ്സും കൂടെ ഉണ്ട്. ഏട്ടത്തി, ഇന്നെന്നാ കറി? സാമ്പാറും കൂട്ടുകറിയും പിന്നെ വറവും ഉണ്ട് മോളെ. മീനൊന്നും കിട്ടിയിട്ടില്ല, ഇത് മാത്രം കൂടിയിട്ട് എങ്ങനെ ചോറ് കഴിക്കാനാന്ന്? എന്നാൽ പിന്നെ ഏട്ടത്തി ഒരു കാര്യം ചെയ്തോ, പുളിഞ്ചിയും പിന്നെ പപ്പടവും കൂടി വാട്ടിക്കോ. സാമ്പാറിൻ്റെ ഒപ്പം പപ്പടം കൂട്ടി കഴിക്കാനും പുളിയിഞ്ചിയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. മഞ്ജു, ഏടത്തി ഒരു കാര്യം പറയുമ്പോൾ മൂക്ക് ഏടത്തിയോട് ദേഷ്യം തോന്നാൻ പാടില്ല. മോളെ കല്യാണത്തിന് ഇനി അത്ര ദിവസമല്ലേ ഇല്ലൂ, ഇനി കുറച്ചെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി പഠിക്കണം മോളെ. ഒന്നുമില്ലെങ്കിലും മോള് പുതിയൊരു വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പോവല്ലേ ചെയ്യുന്നത്, അവനവന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ അറിയണം മോളെ. നീ ആള് മോശമില്ലല്ലോ. കല്യാണത്തിൻ്റെ പേരും പറഞ്ഞിട്ട് എൻ്റെ മോളെ കൊണ്ട് പണിയെടുപ്പിക്കാനല്ലേ എൻ്റെ ഉദ്ദേശം? അതമ്മ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടൊന്നും പറഞ്ഞതല്ല മഞ്ജുവിനോട്. എന്നാലും എൻ്റെ മോളൊരു ആഗ്രഹം പറഞ്ഞതല്ലേ എന്നോട്, അത് എനിക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാനില്ലു. എൻ്റെ മോളിങ്ങോട്ട് വാ.
ആ മോളെ ഈ വെള്ളം കുടിക്ക്. ആ അല്ലമ്മേ, കല്യാണത്തിന് ഇനി അത്ര ദിവസമല്ലല്ലോ. എനിക്കാണെങ്കിൽ ടെൻഷൻ ആവാൻ തുടങ്ങി. എനിക്കിപ്പോൾ ഒരു ചായ വെക്കാൻ പോലും അറിയില്ല. ഏടത്തി പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നമാവുക. എൻ്റെ മോൾ അതൊന്നും ആലോചിച്ച് ഇപ്പോഴേ ടെൻഷൻ ആവണ്ട കേട്ടാ. അതിനുള്ളൊരു സൂത്രമുണ്ട്, അത് അമ്മ പറഞ്ഞുതരാം എനിക്ക്. എൻ്റെ മോൾ ആടെ പോയിട്ട് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കും വെച്ച് ഇരുന്നാൽ മതി. പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ ആടെ ആരും ഒന്നും പറയാനൊന്നും പോകുന്നില്ല. മനസ്സിലായി എനിക്ക്. ഫോട്ടോഗ്രാഫർ, പന്തല്, സദ്യ. ഓ, സദ്യക്കാരൻ ലീസ്റ്റ് അവിടെ കൊടുക്കാൻ മറന്നുപോയല്ലപ്പാ. ആ ഏട്ടാ, ആ കല്യാണത്തിന് ഇനി അത്ര ദിവസമല്ലേ ഇല്ലൂ. അവക്കാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു ചായ പോലും ഉണ്ടാക്കി കുടിക്കാൻ അറിയില്ല. എപ്പോഴും ഫോൺ നോക്കി ഇരിക്കൽ തന്നെയാണ്. ഇതൊന്നും മറ്റൊരു വീട്ടിൽ പോയി അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഏട്ടാ. അമ്മയാണ് ഓളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് വഷളാക്കുന്നത്. ഏട്ടനൊന്നും ഓളെ പറഞ്ഞ് മനസ്സിലാക്കണം. എത്രയാന്ന് പറഞ്ഞിട്ട് പറയേണ്ടത് രമ്യേ? പറഞ്ഞാൽ മനസ്സിലാവാത്തവര് അനുഭവത്തിൽ വരുമ്പോൾ പഠിക്കട്ടെ. പിന്നെ അല്ലാണ്ട് ഞാനെന്താ പറയണ്ടേ? ഇല്ല, ഞാൻ പണിയെടുക്കലൊന്നുമില്ല അമ്മേ. അമ്മ പറഞ്ഞതുപോലെ ചെയ്യല്. പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ബുക്ക് എടുത്തിട്ട് ഇരിക്കും. അതുകൊണ്ട് എനിക്ക് നല്ല സുഖം തന്നെ. ഒരു പണിയും എടുക്കണ്ട. ഭക്ഷണം കഴിക്കാനാകുമ്പോൾ താഴെ ഇറങ്ങിയാൽ മതി. അമ്മേൻ്റെ ഏതായാലും നല്ല സൂത്രം തന്നെ കേട്ടാ. ആ മോളെ, മോള് ഫോണിൽ സംസാരിക്കുന്നതെല്ലാം അമ്മ കേട്ടിനി. അതിനെ പറ്റിയിട്ടൊന്നും അമ്മ ഇപ്പം മോളോടൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ ഇത് മോളെ തെറ്റൊന്നുമല്ല. മോളെ ഇതെല്ലാം പഠിപ്പിച്ച് വിട്ടാൽ നിൻ്റെ അമ്മേനെ വേണം ആദ്യം കുറ്റം പറയാൻ വേണ്ടിയിട്ട്. മോളൊരു കാര്യം മനസ്സിലാക്കണം. മോളെ ഈ പ്രായത്തിൽ അമ്മ 2 കുഞ്ഞളെയും വീട്ടു ജോലിയെല്ലാം എടുത്തിട്ടാണ് ടീച്ചറെ പണിക്ക് പോയിട്ടുണ്ടായിന്. അത് 6 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അപ്പോൾ നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല മോളെ. മോളൊരു കാര്യം ചെയ്താൽ മതി. നാളെ രാവിലെ മുതൽ അമ്മ എണീക്കുമ്പോൾ എണീക്ക്. രാവിലെ 5 മണിക്കാ? അതാകുമ്പോൾ മോൾക്ക് അടുക്കളപ്പണിയെല്ലാം പഠിക്കുകയും ചെയ്യുക. പിന്നെ മോളെ പഠിക്കാനുള്ളത് പഠിക്കാൻ ഇഷ്ടംപോലെ സമയം കിട്ടുകയും ചെയ്യും. എൻ്റെ ഭഗവാന്, ഈ അമ്മേൻ്റെ ഒരു സൂത്രം.